ബി.ജെ.പി വിട്ട കെ അണ്ണാമലയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തമിഴ്നാട്ടിൽ ജനപിന്തുണയേറുന്നതായി റിപ്പോർട്ടുകൾ. വി ദ ലീഡേഴ്സ് എന്ന ഓൺലൈൻ ലിങ്ക് വഴി ആരംഭിച്ച വോളണ്ടിയർ രജിസ്ട്രേഷന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ 8 ലക്ഷത്തോളം പേരാണ് അണ്ണാമലയ്ക്ക് പിന്തുണയുമായി എത്തിയത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 8,68,676 പേർ ഇതിനോടകം ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പുറമെ താഴെത്തട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന 50ഓളം പ്രാദേശിക നേതാക്കളും അണ്ണാമലയ്ക്കൊപ്പം അണിനിരന്നിട്ടുണ്ട്. സാധാരണക്കാരെ രാഷ്ട്രീയത്തിൽ സജീവമാക്കാനും അഴിമതിരഹിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ ഒരുക്കാനുമാണ് ലക്ഷ്യമിടുന്നത് എന്ന് അണ്ണാമലൈ വ്യക്തമാക്കുന്നു. നിലവിൽ ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സംഘം വൈകാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടേക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് അണ്ണാമലയുടെ ലക്ഷ്യം. തമിഴ് സിനിമാതാരം രജനീകാന്തിന്റെ ആശീർവാദത്തോടെയാണ് പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിൽ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിന് സമാന്തരമായി രജനീകാന്തിന്റെ ഭാര്യ ലതാ രജനീകാന്ത് മക്കൾ മേട എന്ന പേരിൽ ഒരു സാമൂഹ്യ പോരാട്ടവേദിക്ക് രൂപം നൽകിയതും തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങളുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന് മാത്രം മേൽക്കൈയുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ബി.ജെ.പി എന്ന പരീക്ഷണം തമിഴ്നാട്ടിൽ വേണ്ടത്ര വിജയിക്കില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് അണ്ണാമലൈ സ്വന്തം നിലയിലുള്ള പുതിയ രാഷ്ട്രീയ നീക്കവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവിയെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അണ്ണാമലയും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിനെ 1970കളിലെ എം.ജി.ആർ. കരുണാനിധി പോരുമായി താരതമ്യം ചെയ്യുകയാണ് അവരുടെ അനുയായികൾ. 2025 ഡിസംബർ 4 താൻ രാജിവെക്കാൻ പോകുകയാണെന്ന് ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചു. ഒരു നല്ല മാറ്റത്തിനായിട്ടാണ് താൻ ബി.ജെ.പിയിൽ ചേർന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കേണ്ട സമയമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ പാർട്ടിയിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. മക്കൾ ഇയക്കം എന്ന പുതിയ പാർട്ടിയുമായിട്ടാണ് അണ്ണാമലൈ എത്തുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ പുതിയ പ്രസ്ഥാനമായ അണ്ണാമലൈ മക്കൾ ഇയക്കം വലിയ പ്രതികരണമാണ് നേടിയത് എന്നും അണ്ണാമല പറഞ്ഞു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 8 ലക്ഷത്തിലധികം ആളുകളാണ്. കൂടുതൽ പേരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും നിലവിലെ ശക്തമായ പിന്തുണ പൊതുജന താൽപര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അണ്ണാമലൈ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. എന്നാൽ അതിനിടെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നുണ്ട്. അണ്ണാമലയുടെ മക്കൾ ഇയക്കം എന്ന രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി സ്വഭാവമുള്ള ഒരു പാർട്ടിയാകാനുള്ള സാധ്യതയാണ്. അത് 2020 ബി.ജെ.പിയിലെത്തുകയും 2021 തമിഴ്നാട് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്ത അണ്ണാമലയ്ക്ക് ശക്തമായ ബി.ജെ.പി പാരമ്പര്യമാണുള്ളത്. 2025 വരെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ചെയ്തു. ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം അണ്ണാമലയ്ക്ക് ഇപ്പോഴുമുണ്ട്. തനിക്കൊപ്പമുള്ളവരും ബി.ജെ.പിക്കൊപ്പമുള്ളവരാണ്. സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ ഇടപെടലിലൂടെ അണ്ണാമലൈ അനുഭാവികളെ സ്വന്തമാക്കിയിരുന്നു. ഇവരെല്ലാം ബി.ജെ.പിക്കൊപ്പമുള്ളവരും അനുഭാവികളുമാണ്. അതിനാൽ തന്നെ ബി.ജെ.പി അകറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയവുമായി അണ്ണാമലയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ അണ്ണാമലയുടെ പാർട്ടി വിജയുടെ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ടി.വിക്ക് ശക്തമായ ജനപിന്തുണയുള്ള പാർട്ടിയാണ്. ആ സ്ഥാനത്തേക്ക് അണ്ണാമല എത്താൻ കുറച്ചു വർഷങ്ങൾ എന്തായാലും എടുക്കും. എന്നാൽ ടി.വിക്കെയും ഡി.എം.കെയും ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു ശക്തമായ പാർട്ടി തമിഴ്നാട്ടിലില്ല. അവിടേക്കാണ് അണ്ണാമലയുടെ കണ്ണ്. പതിയെ പതിയെ അധികാര ലക്ഷ്യവും. 2024 രൂപീകരിച്ച ടി.വിക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ശക്തമായ ജനപിന്തുണ നേടിയ പാർട്ടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും വിജയ് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. ഇതോടെ 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമാണ് ഇല്ലാതായത്. മുഖ്യമന്ത്രിയായ അധികാരമേറ്റ ശേഷം തമിഴ്നാട്ടിൽ ഒരേ ഒരു അധികാര കേന്ദ്രം മാത്രമേ ഉള്ളൂ എന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ സ്വതന്ത്ര നിലപാട് വ്യക്തമാക്കുന്ന സന്ദേശമായിരുന്നു അത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ മുഖമായി ഉയർന്നു വന്ന നേതാവാണ് അണ്ണാമലൈ. പരമ്പരാഗത ഡി.എം.കെ, എ.ഐ.ഡി.എം.കെ രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ രാഷ്ട്രീയത്തിന് ശബ്ദമുയർത്താൻ മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലൈ ശ്രമിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദലായി തമിഴ് ദേശീയത ഉയർത്തുന്ന പുതിയ പ്രസ്ഥാനം പടുത്തുയർത്താനാണ് അണ്ണാമലയുടെ പദ്ധതിയെന്നും സൂചനയുണ്ട്. പരമ്പരാഗത ബി.ജെ.പി ലൈനിൽ നിന്നകന്നാൽ വോട്ടർമാരെ സ്വാധീനിക്കാനാകുമെന്നാണ് അണ്ണാമലയും സംഘവും കണക്കുകൂട്ടുന്നത്. എന്നിരുന്നാലും എന്താകും ഭാവി പദ്ധതിയെന്ന് അണ്ണാമല ഇതുവരെയും തുറന്നു പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. അണ്ണാമലയുടെ പാർട്ടി ബി.ജെ.പിയുടെ ബി പാർട്ടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും കണ്ടുതന്നെ അറിയാം പുതിയ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.